നമ്മുടെ രാജ്യത്ത് നിന്ന് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രൊമോഷൻ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് നിരത്തുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ പച്ച ബോർഡുകളുള്ള വെഹിക്കിൾസ് ഇന്ന് കാണാൻ വേണ്ടി പറ്റും. അവയൊക്കെ ഇലക്ട്രിക് വെഹിക്കിളുകളാണ്. പക്ഷേ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു ചാലഞ്ച്. അപ്പോൾ ആ ഒരു ചാലഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് വെഹിക്കിളിൽ അതിൽ ഒരു ബാറ്ററിയാണ് ഉണ്ടാവുക. ഈ ഒരു ബാറ്ററിയാണ് ആക്ച്വലി നമ്മൾ ചാർജ് ചെയ്തിട്ട് അതിലാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പവർ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഊർജ്ജം സൂക്ഷിക്കുക. ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മോട്ടർ കറക്കിയിട്ടാണ് ഈ ഒരു മെക്കാനിക്കൽ പവറാണ് നമ്മളുടെ വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കാർ ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ എന്തായാലും ഈ ഒരു മോട്ടോർ പവറാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നത് ബാറ്ററിയിലാണ്. അപ്പോൾ ഈ ബാറ്ററി എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് കാണാം. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പോലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ പൊട്ടിത്തെറിക്കുന്നതും ഇലക്ട്രിക് വെഹിക്കിളിലെ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്നതും റീസെൻ്റായിട്ട് ഒരാൾ മരണപ്പെടാൻ വരെ കാരണമായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെഹിക്കിൾസിനെ കമ്പനികൾ തിരിച്ചു വിളിക്കാൻ കാരണമായത് എന്താണെന്ന് നോക്കാം. കാരണം ഈ ഒരു കാറുകളിലോ അല്ലെങ്കിൽ സ്കൂട്ടറുകളിലോ ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററികൾ, അല്ലെങ്കിൽ കാറിലൊക്കെ നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററികൾ. അപ്പോൾ ഈ ഒരു ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി എനർജി ഡെൻസിറ്റി കൂടിയ, കുറച്ചുകൂടി കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റിയ, കാരണം ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 200 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ പോകാൻ പറ്റണം. അപ്പോൾ കുറച്ചുകൂടി എനർജി ഡെൻസിറ്റി കൂടിയ, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള, കുറച്ചുകൂടി ഹൈ എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററികളാണ് യൂസ് ചെയ്യുക. അവയുടെ പേരാണ് ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത്. ലിഥിയം അയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ലെവൽ അഡ്വാൻസ്മെൻറ്റിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ജെൽ ഇലക്ട്രോലൈറ്റ്, ഒരു ലിക്വിഡ് കാണാൻ വേണ്ടി പറ്റും. ആ ലിക്വിഡിൻ്റെ അകത്ത് രണ്ട് റോഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്നിനെ നമ്മൾ കാത്തോഡ് എന്ന് വിളിക്കും, മറ്റൊന്നിനെ ആനോഡ് എന്ന് വിളിക്കും. ഇവ രണ്ടും തമ്മിൽ ഈ ഒരു ഇലക്ട്രോലൈറ്റ് വഴി ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും. അതുവഴി ആണ് ഈ ഒരു സർക്യൂട്ട് പോലെ ഇത് കംപ്ലീറ്റ് ആവുകയും ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോഡ്, ആനോഡ്, കാത്തോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബാറ്ററിയുടെ അകത്ത് രണ്ട് പ്ലേറ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്നിൻ്റെ പേര് കാത്തോഡ്, ഒന്നിൻ്റെ പേര് ആനോഡ്. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വളരെ ചെറിയ ഗ്യാപ്പാണ്. 50 മൈക്രോൺസ് എന്നൊക്കെ പറയുന്ന ഗ്യാപ്പാണ്. അതായത് 15 × 10⁻⁻6 മീറ്റർ, അല്ലെങ്കിൽ ഒരു മില്ലിമീറ്ററിൻ്റെ 1000-1 അംശം. അതായത് ഒരു മില്ലിമീറ്ററിൻ്റെ 1001 അംശമൊക്കെയാണ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്യാപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വളരെ ക്രിട്ടിക്കലാണ് ഈ ഒരു ബാറ്ററി ടെക്നോളജിയിൽ എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യുകയും അത് സ്വാഭാവികമായിട്ട് ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു വെച്ചാൽ. അപ്പോൾ ബാറ്ററിയുടെ ഒരു ഐഡിയ ഉണ്ടാവണം. രണ്ട് പ്ലേറ്റുകളുണ്ട്, അതൊരു ഇലക്ട്രോലൈറ്റ്, ഒരു ലിക്വിഡിലാണ് ഉണ്ടാവുക. കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ. അത് ഹൈലി ഫ്ലെയിമബിൾ ആണ്, വേഗത്തിൽ തീ പിടിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഇവിടെ തീ ഒന്ന് സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയായിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള വെഹിക്കിൾസ്, ഇത്തരത്തിലുള്ള തീപിടിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലോഷന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു സാധ്യത എന്ന് വെച്ചാൽ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ഒരു ക്രാഷ് സീൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു ക്രാഷ് സീൻ ഉണ്ടാവുക ഈ ബാറ്ററിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവുക, ബാറ്ററിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാവുക, ഒരു മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടായെന്ന് വെച്ചോ, അതായത് ബോഡിക്ക് തട്ടി പൊട്ടി, അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡീഫോർമേഷൻ ഉണ്ടാവുകയും ഈ ഒരു സെപ്പറേഷൻ, ആ ഒരു പ്ലേറ്റുകൾ തമ്മിലുള്ള അകലത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, അത് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമായി അത് ഹീറ്റ് ജനറേറ്റ് ചെയ്തു. ഇലക്ട്രോലൈറ്റ്, അവിടെയുള്ള ലിക്വിഡ് ഓൾറെഡി ഭയങ്കര കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു പൊട്ടിത്തെറിക്കും. അടുത്തതാണ് ഇലക്ട്രിക് അബ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രണ്ട് പ്ലേറ്റുകളുടെ അതിന് മേലെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പിയേഴ്സിങ് സെപ്പറേറ്ററിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെർമൽ അബ്യൂസ്, ഇതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്, ഇത് ചൂടാവും, അപ്പോൾ ഇത് ഓവർ ഹീറ്റിംഗ് നോക്കാം. കൂടുതൽ സമയം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ബാറ്ററി ചാർജ്, നമ്മൾ ഫോണൊക്കെ ചാർജ് കുത്തിടുമ്പോൾ 100% ആയിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാർജ് ഊരണം എന്നൊന്നുമില്ല, നമ്മൾ അടുത്ത് വന്ന് നോക്കുന്നത് വരെ ബാറ്ററി ചാർജ് ചെയ്തോളും. ഇത് സ്വാഭാവികമായിട്ട് ഓവർ ഹീറ്റിങ്ങിന് കാരണമാവും. ഇതിനെയാണ് നമ്മൾ തെർമൽ അബ്യൂസ് എന്ന് വിളിക്കുക.
അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ഒരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ആ ഒരു സെപ്പറേറ്റർ കൊലാപ്സ് ആവും, വീണ്ടും ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണം പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്, അതായത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം വരികയും അവിടെ ഷോർട്ട് സംഭവിക്കുകയും അത് തീക്ക് കാരണമാവുകയും അത് സ്വാഭാവികമായിട്ട് ഒരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തിലേക്കോ നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു തെർമൽ റൺവേ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു തെർമൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അത് ഹൈ ടെമ്പറേച്ചർ കാരണമാവും. ഓൾറെഡി ഓക്സിജൻ നമ്മൾ അന്തരീക്ഷത്തിൽ അവൈലബിൾ ആണ്. കത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇലക്ട്രോലൈറ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. കാരണം നമുക്ക് തീ പിടിക്കണമെന്നുണ്ടെങ്കിൽ 3 സാധനങ്ങളാണ് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 3 സാധനങ്ങൾ വേണം. അതിനെയാണ് നമ്മൾ ഫയർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. 3 സാധനങ്ങൾ. ഒന്ന്, കത്താൻ വേണ്ടിയിട്ടുള്ള അതിലൊരു കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണം. അപ്പോൾ ഇവിടെ അത് എന്തുണ്ട്? ഇലക്ട്രോലൈറ്റ് ഉണ്ട്, കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. രണ്ടാമത്തത് വേണ്ടത് ഓക്സിജൻ ആണ്. കാരണം കത്തുന്നതിന് വേണ്ടി ഓക്സിജൻ വേണം. കാരണം ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനത്തെയാണ് നമ്മൾ ഫയർ അല്ലെങ്കിൽ കത്തൽ എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ ആണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഗ്നീഷ്യൻ സോഴ്സ് വേണം. തീ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇഗ്നീഷ്യൻ സോഴ്സ് വേണം. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഗ്നീഷ്യൻ സോഴ്സ് ആണ് ഹീറ്റ് കൊടുക്കുന്ന സംഭവം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന സംഭവം. അവിടെ കത്തുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പസ്റ്റബിൾ ആയ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് വഴി ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റിലേക്ക്, ആ കമ്പസ്റ്റബിൾ ആയ മെറ്റീരിയലിലേക്ക് സ്പാർക്ക് വരുന്ന സമയത്ത് ഓക്സിജന്റെ അവൈലബിലിറ്റി നമുക്ക് ചുറ്റുമുണ്ട്, സ്വാഭാവികമായിട്ട് തീ പിടിക്കും, അത് പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബാറ്ററി ടെക്നോളജി അല്ലെങ്കിൽ ഈ ബാറ്ററീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സേഫ് ആയിട്ട്, കുറച്ചുകൂടി തെർമലി പ്രൊട്ടക്റ്റഡ് ആക്കി ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബാറ്ററിയിൽ എന്തെങ്കിലും സ്ലൈറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ ഉള്ളപ്പോൾ തന്നെ ബാറ്ററിയെ കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിൽ, ബാറ്ററിയിൽ പിന്നെ ചാർജിങ് നടക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് എടുക്കാത്ത രീതിയിലോ തെർമലി അതിനെ കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലേക്ക് മാറേണ്ടതാണ്. അതായത് ഓരോ ബാറ്ററിക്കും അതിൻ്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഉണ്ടാവും. 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ബാറ്ററിക്ക് ഉള്ള ആവറേജ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് വെച്ചു, 33 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ബാറ്ററിയുടെ ടെമ്പറേച്ചർ 33-ലധികം പോവുകയാണെങ്കിൽ ആ ബാറ്ററീനെ ഈ ഒരു സർക്യൂട്ടിൽ നിന്നും ഓട്ടോ കട്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, കുറച്ചുകൂടി സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കടക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വേഗത്തിൽ ഒരു ബാറ്ററി 15 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൽ വളരെ കൂടിയ തരത്തിലുള്ള പവർ ഭയങ്കര കൂടിയ പവറാണ് കൊടുക്കുക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഓവർ ഹീറ്റിങ്ങിന് കാരണമാകും എന്നുള്ളതൊരു സത്യമാണ്. അതായത് കൂടിയ പവർ ഒരു സാധനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ചൂടാവുന്നതിന് കാരണമാകും. അപ്പോൾ ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. കാരണം ഓവർ ഹീറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തായി, അത് ചിലപ്പോൾ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാം, അത് വേണമെങ്കിൽ പൊട്ടിത്തെറിക്ക് കാരണമാകാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ഉപകരണം, ബാറ്ററി ഉള്ള ഏതെങ്കിലും ഒരു ഉപകരണം, അത് നിങ്ങളുടെ മൊബൈൽ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഉപകരണം ആയിക്കോട്ടെ, അത് ഹീറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ചൂടാവുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് എക്സ്പ്ലോസീവ് ടെൻഡൻസി ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ഫോണ് ചാർജ് ചെയ്തിട്ട് തലയുടെ അടുത്ത് വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻ കേസ് രാത്രി ഈ ഫോണിൽ ഓട്ടോ കട്ട് ഓഫ് എന്ന് പറയുന്ന സിസ്റ്റം 100% ആയി, എന്നിട്ടും ഓട്ടോ കട്ട് ഓഫ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഫോൺ ചാർജ് ചെയ്ത് ബാറ്ററിയിലേക്ക് ചാർജ് പോയിക്കൊണ്ടിരിക്കും. മെല്ലെ ബാറ്ററി ഓവർ ഹീറ്റ് ആവാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാറ്ററി ഒരിക്കലും ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്, ഓവർ ഹീറ്റ് ആകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമായ പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. ഇലക്ട്രിക് വെഹിക്കിൾസ് നേരിടുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. അതിന് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള ബാറ്ററി ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാവുന്നത്.